ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അംഗം ആർ.എസ്. ശശികുമാർ ചേരുന്നു. ശ്രീ ആർ.എസ്., യൂണിവേഴ്സിറ്റികളെ വരുതിയിലാക്കാൻ വീണ്ടും LDF സർക്കാർ നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സർവകലാശാല ഭേദഗതി ബില്ല്. അത് മാർച്ച് 3-ന് സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം തന്നെയാണ് LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ കാര്യക്ഷമമാക്കാനും ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുവാനും നമ്മുടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കുവാനും വിദേശത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലും കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനുമാണെന്നാണ് ഇവർ പുറമേ പറയുന്നതെങ്കിലും ഇവർക്ക് ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, ഈ ഗവൺമെന്റിന്റെ ഫാഗ് എൻഡാണ്. ഫാഗ് എൻഡിൽ ഒരു ഡീൽ ഉറപ്പിച്ചുകൊണ്ടാണ് പ്രൈവറ്റ് സർവകലാശാലകൾ വരുന്നത്. മുൻകാലങ്ങളിൽ എതിർത്തിരുന്ന പ്രൈവറ്റ് സർവകലാശാല കേരളത്തിൽ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ സതുദ്ദേശമല്ല. ഒന്നും. രണ്ട്, ഗവർണറുമായി ഏറ്റുമുട്ടുന്നതിൽ ചില പരിമിതികളുണ്ടെന്ന് കഴിഞ്ഞ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഈ ഗവൺമെന്റ് മനസ്സിലായതുകൊണ്ട് ഗവർണറോട് ഞങ്ങൾ വളരെ സൗമ്യമായി പുതിയ ഗവർണറോട് പെരുമാറും എന്ന് പറഞ്ഞതിന് ശേഷം വളരെ ആസൂത്രിതമായി ഗവർണറെ അധികാരങ്ങളെ വെട്ടിക്കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പുതിയ ബില്ലിലുണ്ട്. രണ്ട്, ഈ ഗവൺമെന്റിന്റെ അവസാന കാലമായതുകൊണ്ട് കേരളത്തിലെ കേരള കാലിക്കറ്റ് സർവകലാശാലകൾ ഒഴിച്ച് ബാക്കി സർവകലാശാലകളുടെ സിൻഡിക്കേറ്റിന്റെയും സെനറ്റിന്റെയും നിയമന അധികാരി ഗവൺമെന്റാണ്. അപ്പോൾ സർക്കാർ മാറുകയാണെങ്കിൽ, പുതിയ ഒരു സർക്കാർ വരികയാണെങ്കിൽ, ആ സർക്കാർ ഈ CPM-ആയിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ സർവകലാശാലകളുടെ അധീനതയിൽ വന്നാൽ CPM-ന്റെ കയ്യിൽ നിന്ന് സർവകലാശാലകൾ നഷ്ടപ്പെടും എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റുകളുടെയും സെനറ്റുകളുടെയും തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരം എന്ന നിലയിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ജനാധിപത്യപരമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ കാലിക്കറ്റ് സർവകലാശാലകളിൽ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത CPM ബ്രാൻഡഡ് ആളുകളെ നിയമിച്ചതുപോലെ എല്ലാ സർവകലാശാലകളിലും അവർക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയും. ഇത് കൂടുതൽ അക്കാദമിക് രംഗത്ത് വലിയ ഒരു നിലവാര തകർച്ച ഉണ്ടാക്കുന്നതായി സംശയമില്ല. അതോടൊപ്പം തന്നെ കൊച്ചി സർവകലാശാലയിൽ UGCയുടെ നോമിനിയും കൊച്ചി സർവകലാശാലയിൽ ഗവർണറുടെ നോമിനിയും ഉണ്ട്. അതെല്ലാം നീക്കം ചെയ്യുകയാണ്. മൂന്ന്, യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർക്കുള്ള ഏറ്റവും വലിയൊരു അധികാരം സിൻഡിക്കേറ്റ് കൂടാതിരിക്കുമ്പോൾ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ വൈസ് ചാൻസലർക്ക് എക്സർസൈസ് ചെയ്യാനും അത് അടുത്ത് കൂടുന്ന സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിൻഡിക്കേറ്റിന് കൺവിൻസിങ് ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവർണർക്ക് റെഫർ ചെയ്യും. ഗവർണറുടെ തീരുമാനം അന്തിമമെന്നാണ് കേരള സർവകലാശാല ആക്ട് 1967 രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ നിലവിലുള്ളത്. ഇന്ന് ആ നിയമത്തിനെ മാറ്റിയിട്ട് ഏതെങ്കിലും വൈസ് ചാൻസലർ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ അതിനെ സർക്കാർ നിയമിക്കുന്ന ഒരു ട്രിബ്യൂണലിന്റെ തീരുമാനത്തിന് വിടുന്നു എന്ന് പറഞ്ഞാൽ ഗവർണറുടെ അധികാരത്തിനെ കുറയ്ക്കുകയാണ്. ഗവർണറാണ് ചാൻസലർ. അപ്പോൾ ചാൻസലറുടെ അധികാരങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചാൻസലർ പോലും അറിയാതെ വെട്ടിക്കുറയ്ക്കാവുന്ന ഉദ്ദേശമാണ്. ഇത് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻജി ഇവിടെ ഗവർണറായിരുന്നപ്പോൾ ഇവർ നടത്താൻ ശ്രമിച്ചതും അദ്ദേഹം എതിർത്തതും. അപ്പൊ ഇവർക്ക് ഇതിന്റെ പിന്നിൽ സതുദ്ദേശമല്ല. സർവകലാശാലകളെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ച് തങ്ങളുടെ CPM-ന്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള വെറും ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പുതിയ നിയമം കൊണ്ടുവരുന്നത്. യാതൊരു കാരണവശാലും നിയമസഭ അംഗീകരിച്ചാലും ബഹുമാനപ്പെട്ട ഗവർണർ ഇത് സ്ക്രൂട്ടനൈസ് ചെയ്തതിനു ശേഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവൺമെന്റിന്റെ ഇടപെടൽ കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിനകത്ത് മന്ത്രിക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധി പോലും വളരെ വ്യക്തമായി പറയുന്നത് യാതൊരു കാരണവശാലും ഗവൺമെന്റ് സർവകലാശാല പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല, യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമിയിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ചോളം പ്രോ ചാൻസലർ എന്നുള്ള അധികാരമേ ഉള്ളൂ. അത് ഇൻ ദി ആബ്സെൻസ് ഓഫ് ചാൻസലർ ദ പ്രോ ചാൻസലർ ക്യാൻ എക്സർസൈസ് ദ പവേഴ്സ് ഓഫ് ദി ചാൻസലർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതല്ലാതെ വ്യക്തമായ യാതൊരു അധികാരങ്ങളും പ്രോ ചാൻസലർ നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കില്ല. പക്ഷെ പുതിയ നിയമത്തിൽ ഏത് ഫയൽ വേണമെങ്കിലും വിളിച്ചു വരുത്തുവാനും സിൻഡിക്കേറ്റിന്റെ തീരുമാനം അല്ലെങ്കിൽ VC-യുടെ തീരുമാനം അനൽ ചെയ്യാനുള്ള അധികാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരായിട്ടുള്ള തീരുമാനമാണ്. അതുമാത്രമല്ല ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമിയിലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് യാതൊരു കാരണം ഈ പുതിയ നിയമ നിർമ്മാണം തികച്ചും രാഷ്ട്രീയ പ്രേരമാണ്. യാതൊരു കാരണവശാലും ഇത് നിയമമായി കഴിഞ്ഞാൽ
ഗവർണർ അത് സ്ക്രൂട്ടനൈസ് ചെയ്യണം, അത് അംഗീകരിക്കരുതെന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ RS ശശികുമാർ പ്രതികരിച്ചതിന്.